ചില കാര്യങ്ങൾ ദൈവം ഇന്ന് നമ്മളോട് കുറച്ചുകൂടെ സ്പെസിഫിക്കലി പറയുവാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ നടക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി നമ്മൾ തയ്യാറായിട്ട് നിൽക്കുകയും ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ നമ്മുടെ പ്രാക്ടിക്കലായിട്ടുള്ള നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് ദൈവം അങ്ങനെ തന്നെ ചെയ്തു തരണം. യേശു പക്ഷെ അവിടുന്ന് അങ്ങനെ തന്നെ ഇന്ന് എന്താണോ ഇപ്പോഴെന്താണോ ഞങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നത് അങ്ങനെ തന്നെ പറഞ്ഞു നൽകണം. അതിനുവേണ്ടി നമുക്ക് അറിയാവുന്ന ആ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ സൂക്ഷ്മമായിട്ടൊന്ന് പഠിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇവിടെ ഇതൊക്കെ നമ്മൾ പല പ്രാവശ്യം പറയുകയും പഠിക്കുകയും ചെയ്ത വചനങ്ങൾ തന്നെയാണ്. പക്ഷെ ഇന്ന് അതിൻ്റെ ആഴത്തിൽ 100% അതിൻ്റെ ഫുൾ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് പരിശുദ്ധാത്മാവ് റിവീൽ ചെയ്ത് തരണം. യേശുവെ തരണമേ, ദൈവം അങ്ങ് ഉദ്ദേശിക്കുന്നത് അത് മുഴുവൻ തരണമേ എന്ന് പ്രാർത്ഥിക്കും. അത് നമ്മൾ പഠിക്കാൻ പോകണം. 21 മുതൽ ഇങ്ങനെ വായിക്കാം. അന്നു മുതൽ യേശു താൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ച് തുടങ്ങി. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ, അത് അരുതേ, നിനക്ക് അങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു. നീ ദൈവത്തിൻ്റേതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിക്കുവാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? അല്ല, തൻ്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? മനുഷ്യപുത്രൻ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരുമായി വരും. അപ്പോൾ അവൻ ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. ഈ വേദഭാഗം നമ്മൾ ഒത്തിരി പ്രാവശ്യം ചിന്തിച്ചതാണ്. നമ്മുടെ പല ബൈബിൾ പഠനത്തിൻ്റെയും അടിസ്ഥാനം ഈ വേദഭാഗത്തിൽ നിന്ന് വെളിപ്പെട്ട് വന്ന ചില വചന സത്യങ്ങളാണ്. എങ്കിലും ഇന്ന് നമ്മൾ ചില കാര്യങ്ങളിലൂടെ ആഴത്തിലും വ്യക്തമായും പഠിക്കുവാൻ പോവുകയാണ്. ഇവിടെ 2 കാര്യങ്ങൾ ദൈവം
പറയുന്നു. 21 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അന്നു മുതൽ യേശു താൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ചു കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. അതായത് 21 വാക്യം ദൈവികമായ ആശയം ഈ ശിഷ്യന്മാരോട്ട് ദൈവം, യേശു പുഷ് ചെയ്യാണ്. ശ്രദ്ധിക്കണേ, 21 വാക്യം എന്ന് പറയുന്നത് ദൈവികമായ പദ്ധതിയും ആശയവും മനുഷ്യരാകുന്ന ശിഷ്യന്മാരിലോട്ട് ദൈവം ട്രാൻസ്ഫർ ചെയ്ത് തുടങ്ങിയാണ്. അത് യേശു ഉള്ളത് കൊണ്ട് ശരിക്കും വെർബലി പറഞ്ഞു കൊടുക്കുന്ന വചനമാണ്. നമ്മുടെ ഇപ്പോഴത്തെ കാലത്തും നമ്മൾ ഇന്ന് രാവിലെ കേട്ട വചനങ്ങളൊക്കെ, ഓരോ ശുശ്രൂഷകന്മാരിലൂടെ കേട്ട വചനങ്ങളൊക്കെയും, ആ വചനങ്ങൾ വെളിപ്പെട്ട് നമ്മളോട് സംവേദിക്കുന്ന വചനങ്ങൾ തന്നെയാണ്. ദൈവികമായ അരുളപ്പാടുകളാണ് പലപ്പോഴും നമ്മൾ ഇപ്പോൾ കേൾക്കുന്നതും അല്ലാതെ ദൈവത്തിൻ്റെ പല ശുശ്രൂഷന്മാർ ശുശ്രൂഷിക്കുമ്പോൾ കേൾക്കുന്നതും. പരിശുദ്ധാത്മാവ് അത് കറക്റ്റായിട്ട് അത് പോയിന്റ് ചെയ്ത് നമുക്ക് ചിലപ്പോൾ പ്രകാശിപ്പിച്ച് തന്ന് നമ്മുടേതാണെന്ന് നമ്മുടെ ഉള്ളിൽ പറയും. അല്ലെങ്കിൽ ദർ ഇസ് സംതിങ്, ഹോളി സ്പിരിറ്റ് അത് ഗൈഡ് ചെയ്യേണ്ട പോലെ ഗൈഡ് ചെയ്യും. പക്ഷെ 22 വാക്യം നമ്മൾ കാണുമ്പോൾ പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവെ അത് അരുതേ, നിനക്കങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, പത്രോസ് യേശുവിനോട് ലിറ്ററലി എന്ത് യേശു പറഞ്ഞോ, എന്ത് യേശു പഠിപ്പിച്ചോ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് പത്രോസിനെ ഉപയോഗിച്ചുകൊണ്ട് സാത്താൻ യേശുവിനോട് സംസാരിക്കുന്ന കാര്യമാണ് നമ്മൾ കാണുന്നത്. ഇനി ആ ഒരു കാര്യം നമ്മൾ കുറച്ചുകൂടെ ഒന്ന് സൂക്ഷ്മമായി ചിന്തിക്കണം. ഈ പത്രോസിന് ഈ ആശയം എവിടെ നിന്ന് കിട്ടി? അതായത് ശിഷ്യന്മാരിൽ ഒരുവനാണ് പത്രോസ്. അപ്പം യേശു പറഞ്ഞ വാക്കുകൾ പത്രോസ് ഒട്ടുമേ മുഖവിലക്കെടുത്തിട്ടില്ല. പകരം വേറെ എന്തോ ആശയമാണ് പത്രോസ് മുഖവിലക്കെടുക്കുകയും പത്രോസ് അത് പ്രാവർത്തികമാക്കുകയും ചെയ്തത്. ആമേൻ. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് പത്രോസ് യേശു പറഞ്ഞ ആ കാര്യങ്ങൾ പത്രോസ് എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, അത് എടുക്കേണ്ടതിന് പകരം വേറെ കുറച്ച് ആശയങ്ങൾ, അതിന് ഘടകവിരുദ്ധമായ ആശയങ്ങൾ പത്രോസ് എടുക്കുകയും പത്രോസ് അത് കൺവിൻസ്ഡ് ആയിട്ട് ആ ആശയത്തിനനുസരിച്ച്, അതായത് പത്രോസിന് കിട്ടിയ റോങ് ആശയത്തിനനുസരിച്ച് പത്രോസ് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ 23 വാക്യത്തിൽ നമ്മൾ കാണുന്നത്, അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ
എന്നെ വിട്ടുപോ. യേശു ശാസിച്ചപ്പോ പത്രോസിനെ നോക്കി പറഞ്ഞത്, സാത്താനെ എന്നെ വിട്ടുപോ. ഹല്ലേലൂയ. അപ്പോ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു സത്യമുണ്ട്. ഈ പത്രോസിനെ ഈ കാര്യം പറയിപ്പിച്ചത്, ചിന്ത കൊടുത്തത്, ദൈവത്തിൻ്റെ ആശയത്തിന് ഘടകവിരുദ്ധമായി പത്രോസ് പറഞ്ഞ ചിന്ത, അതിൽ പ്രവർത്തിച്ചത് മുഴുവൻ സാത്താനാണ്. അതുകൊണ്ടാണ് യേശു ശാസിച്ചപ്പം പത്രോസ് എന്ന വ്യക്തിയുടെ മുഖത്തോട്ട് നോക്കി, സാത്താനെ എന്നെ വിട്ടുപോകുന്നു പറഞ്ഞത്. പത്രോസ് നീ എന്നെ മാറിപ്പോന്നല്ല പറഞ്ഞത്. ഓ ജീസ്, സാത്താനെ എന്നെ വിട്ടുപോകുന്ന പറഞ്ഞത്. അപ്പോ അങ്ങനെ ശാസിച്ചപ്പോ പത്രോസ് അവിടുന്ന് പോയിട്ടില്ല. പത്രോസിന്റെ ആശയധാരയിൽ, അല്ലെങ്കിൽ പത്രോസിന് ഈ ആശയം കൊടുത്ത ആ സ്പിരിറ്റ് അവനെ വിട്ടുപോയി. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, സ്പിരിറ്റ് എക്സ്ചേഞ്ച് ചെയ്യണം. മനുഷ്യന്റെ സ്പിരിറ്റും ദൈവത്തിൻ്റെ സ്പിരിറ്റുമായി സംവേദിക്കുന്ന അവസ്ഥയാണ് വേണ്ടത്. അതായത് ദൈവത്തിൻ്റെ സ്പിരിറ്റ് മനുഷ്യനിൽ വസിക്കേണ്ട അവസ്ഥയാണ് വേണ്ടത്. നമ്മളത് അങ്ങനെ ചെയ്ത് പർപ്പസ്ഫുള്ളി അലോ ചെയ്തില്ലെങ്കിൽ സാത്താൻ്റെ സ്പിരിറ്റ് നമ്മളിൽ വസിക്കും. സാത്താൻ്റെ സ്പിരിറ്റ് നമുക്ക് തരുന്നതാണ് നമ്മുടെ സോളും നമ്മുടെ ബോഡിയും ഒക്കെ ചെയ്യുന്നത് എന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഇത് അതിനൊരു ലിറ്ററൽ എക്സാമ്പിളാണ്. അപ്പോൾ ഇങ്ങനൊരു കാര്യം സംഭവിക്കാതിരിക്കണമെങ്കിൽ പ്രൈമറി ആയിട്ട് പത്രോസ് ചെയ്യേണ്ടത് ഇരുന്നത് ആ യേശുവിൻ്റെ സ്പിരിറ്റിനെ, അല്ലെങ്കിൽ യേശുവിൻ്റെ ആ വചനങ്ങളെ, ആ യേശുവിൻ്റെ ആത്മാവിനെ യഥാർത്ഥമായി ഏറ്റെടുത്തിട്ട് ആ സാത്താൻ്റെ സ്പിരിറ്റിനെ അടുത്തു വരാതെ വണ്ണം ലോക്ക് ചെയ്യാൻ പത്രോസിന് കീയും കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കീ ഉപയോഗിച്ച് ആ അന്ധകാര ശക്തി അടുത്തു വരാതിരിക്കാൻ വേണ്ടി അതിനെ പൂട്ടുകയും, യേശുവേ എൻ്റെ ജീവിതത്തിൽ അങ്ങ് പറയുന്ന അത് അങ്ങയുടെ ആത്മാവിനെ നൽകണമേ, അല്ലെങ്കിൽ അങ്ങയുടെ ആ വചനം നൽകണമേ എന്ന് യഥാർത്ഥമായി ഓപ്പണായിട്ട് പത്രോസ് അങ്ങനെ എടുക്കുമായിരുന്നെങ്കിൽ സാത്താന് അവൻ്റെ തലയിൽ, അല്ലെങ്കിൽ അവൻ്റെ ആത്മാവിലോ അവൻ്റെ സോളിലോ അവൻ്റെ ബുദ്ധിമണ്ഡലത്തിലോ വരാനും പറ്റത്തില്ല, പ്രവർത്തിക്കാനും പറ്റത്തില്ല. അവൻ അങ്ങനെ ചെയ്യത്തുമില്ല. ഇത് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം നമുക്ക് പല കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട്. ആ ചെയ്യാനുള്ള കാര്യങ്ങൾ ദൈവികമാണോ, ദൈവത്തിൽ നിന്ന് ഗൈഡൻസ് കിട്ടിയിട്ടാണോ എന്ന് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മൾ മേക്ക് ഷുവർ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ ആത്മാവിനെ യേശുവാകുന്ന വാതിലിലൂടെ പർപ്പസ്ഫുള്ളി കൊടുത്തിട്ട് യേശുവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആ അവസ്ഥ മസ്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റൂ. അല്ലേ, അത് ഫസ്റ്റ് കേസാണ്. ഇനി അതിന് ശേഷമാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ യേശു പറയുന്നതനുസരിച്ച് ഈ 23-ാം വാക്യത്തിൽ 2 ഡിസിഷൻ മേക്കിങ്ങിന് 2 തരത്തിലുള്ള സ്പിരിച്വൽ സിസ്റ്റങ്ങളുണ്ട്. ഒന്ന്,
ദൈവികം. ഇവിടെ എഴുതിയേക്കുന്നത് ദൈവത്തിൻ്റെ അല്ല, മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണേ, ഇവിടെ ഒരു സോഴ്സ് ഓഫ് information or idea for a decision, for a particular decision, അത് ദൈവവും അടുത്തത് മാനുഷികവും എന്ന് യേശു പഠിപ്പിക്കുന്നു. ഇവിടെയാണ് അതിനകത്തൊരു വലിയ പ്രശ്നം ഇരിക്കുന്നത്. അതായത് യേശു പറഞ്ഞത്, നീ ദൈവത്തിൻ്റെ അല്ല, പകരം നീ സാത്താൻ്റെ ആണ് കരുതുന്നത് എന്നല്ല യേശു പറഞ്ഞത്. പകരം നീ മനുഷ്യൻ്റെ ആണ് കരുതുന്നതെന്നാണ് പറഞ്ഞത്. അവിടെയാണ് പ്രശ്നം ഇരിക്കുന്നത്. അതായത് യേശു ഇൻഡയറക്റ്റ്ലി ഒരു കാര്യം പറയുകയാണ്, നമ്മൾ മാനുഷികമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ കരുതുന്ന കരുതൽ. ഞാൻ ഇതിനു മുമ്പേ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ആ വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഫെറോണിയോ എന്നുള്ള വാക്കാണ്. അതിൻ്റെ അർത്ഥം ബോത്ത് വിസറൽ ആൻഡ് കോഗ്നിറ്റീവ് തിങ്കിങ് എന്നുമാണ്, നമുക്കറിയാലോ. അപ്പോൾ ഏത് മനുഷ്യൻ്റെയും മാനുഷിക ചിന്തകളുടെ പുറകിൽ സാത്താൻ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു സത്യം ഈ വചനപ്രകാരം നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് ഒന്നുകിൽ ദൈവികം, അല്ലെങ്കിൽ അവിടെ മാനുഷികം, വിച്ച് ഈസ് ഇൻഡയറക്ട്ലി കൺട്രോൾഡ് ബൈ സാത്താൻ. കാരണം സർവ ലോകവും അവൻ്റെ ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നതാണ്. പ്രശ്നമെന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ പഠിപ്പിച്ച ആ ഇരുട്ടിൻ്റെയും വെളിച്ചത്തിൻ്റെയും ആ ഒരു സിസ്റ്റമാണ്. വെളിച്ചം വരണമെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് വേണം. ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഇരുട്ടേ ഉള്ളൂ. അത് പ്രശ്നം എന്ന് പറയുന്നത്, ഈ വെളിച്ചമാകുന്ന ദൈവവും ഇരുളാകുന്ന സാത്താനും ഇടയ്ക്ക് വേറൊരു തലമില്ല. വെളിച്ചമില്ലെങ്കിൽ അവിടെ ഇരുട്ടുണ്ടാവും. അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. അതായത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്, അതെ ഫുൾ ഈ സാത്താൻ എന്നുള്ള സാധനം, ഞാൻ സാത്താൻ്റെ ഒന്നുമില്ല, നല്ല ബോധത്തോടെ നല്ല ആശയത്തോടെ എൻ്റെ മാനുഷികമായ എൻ്റെ ബുദ്ധിയിൽ പ്രവർത്തിച്ച എന്താ കുഴപ്പം? ബൈബിൾ പഠിപ്പിക്കുന്ന കുഴപ്പമാണ്, ഒന്നീ വെളിച്ചം അല്ലെങ്കിൽ ഇരുട്ട്. അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു പ്ലാസ്മാവസ്ഥയൊന്നും ഇല്ല. വെളിച്ചം ഇല്ലെങ്കിൽ അവിടെ ഇരുട്ടുണ്ടാവും. ആ ഇരുട്ട് സാത്താനാണ്. ഹല്ലേലൂയ. ഈ സത്യം നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. പലപ്പോഴും നമ്മളുടെ ഒരു തെറ്റിദ്ധാരണ, നമ്മുടെ സ്വന്തം ബുദ്ധി അങ്ങ് ഉപയോഗിച്ചാൽ എന്താ കുഴപ്പം? ബുദ്ധി ഉപയോഗിച്ചാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, സദൃശവാക്യം 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്ന കുഴപ്പമുണ്ട്. ആ വാക്യവും ഈ ഇരുട്ട് വെളിച്ചം കൺസെപ്റ്റൊക്കെ അതിനെ ഊട്ടി ഉറപ്പിക്കുന്ന സത്യമാണ്. നമുക്കറിയാം,
സദൃശവാക്യം 3:7 പറയുന്നത്, നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്, യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക. ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത്, ഡു നോട്ട് ബി വൈസ് ഇൻ യുവർ ഓൺ ഐസ്, ഫിയർ ദ ലോഡ് ആൻഡ് ടേൺ അവേ ഫ്രം ഈവിൾ. അതായത് ഇന്ന് മുതൽ ഇത് കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതവും മനസ്സിലാക്കിക്കോ, യുവർ ഹ്യൂമൻലി വിസ്ഡം ഈസ് ഈവിൾ, ഓൾദോ ഇറ്റ് ഈസ് യു യൂസ് ഇറ്റ് ഫോർ എ ഗുഡ് പർപ്പസ്, ഇറ്റ് ഈസ് ഈവിൾ. അതായത് ഇവിടെ പത്രോസ് യേശു കുഴി ചാടാനോ അല്ലെങ്കിൽ യേശുവിന് എന്തെങ്കിലും പറ്റാനൊന്നും അല്ല പത്രോസ് പറയണേ. വെരി സിമ്പിളാണ്. അവൻ്റെ മാസ്റ്റർ ആകുന്ന യേശുവിന് അപകടമൊന്നും സംഭവിക്കരുത്, അവൻ കൊല്ലപ്പെടണ്ട എന്നുള്ള മാനുഷികമായി നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ഒരു നല്ല ഇൻറ്റൻഷനേ ഉള്ളൂ പത്രോസിന്. പക്ഷേ അത് ദൈവികമായ പദ്ധതിക്ക് എഗൻസ്റ്റ് ആയിപ്പോയി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ദൈവ പൈതലായ നമ്മൾ ഇത് പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുകയും ഏറ്റെടുക്കാൻ തോന്നുന്നു എന്ന് പരിശുദ്ധാത്മാവ് ഹേമിപ്പിക്കുന്ന ഈ ലിസണർ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ തോട്ട് പ്രോസസ്സിനെ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ബൈബിൾ അനുസരിച്ച്, ഞാനീ പറഞ്ഞ വേദഭാഗം അനുസരിച്ച് നമുക്ക് തന്നെ നമ്മുടെ ഐഡിയയിൽ, നമ്മുടെ ബുദ്ധിയിൽ ചെയ്യുന്ന സാധനം ഏറ്റവും ബുദ്ധിമാനായ ശലോമൻ എഴുതി വച്ചേക്കുന്നു, അത് ദൈവത്തെ ഭയമില്ലാത്തൊരവസ്ഥയാണ്, അത് ഈവിളാണ്. ഏത്? ഞാൻ ജോലി ചെയ്യുന്നത് ഈവിളാണോ? ഞാൻ അടുക്കളയിൽ ജോലി ചെയ്ത് അല്ലെങ്കിൽ കഞ്ഞിയും കറിയും വെക്കുന്നത് ഈവിളാണോ? അത് എൻ്റെ പാഠപുസ്തകം പഠിക്കുന്നത് ഈവിളാണോ? ദൈവം പറയുന്നു, ബൈബിൾ പഠിപ്പിക്കുന്നു, ഇത് ദൈവികമായി ഡയറക്റ്റഡ് അല്ലെങ്കിൽ അത് ഈവിൾ തന്നെയാണ്. അങ്ങനെ ഞാൻ പറയുമ്പോൾ വളരെ കഠിന ഉപദേശം, കഠിന വചനം എന്ന് തോന്നാം. നമുക്കതിനെ പ്രാക്ടിക്കലി മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈവം പറഞ്ഞ ആ ഇരുട്ടിൻ്റെയും പ്രകാശത്തിൻ്റെയും അവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നതും അതിനെ വെറുതെ വിട്ടുകൊടുത്താൽ ഉറപ്പായിട്ടും സാത്താൻ കയറി വസിക്കുമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇരുട്ട് വെളിച്ചത്തിൻ്റെ ഇടയ്ക്കൊരു അവസ്ഥയില്ല. വെളിച്ചം ഇല്ലെങ്കിൽ അവിടെ ഇരുട്ടുണ്ടാവും. അതാണ് അതിനകത്ത് പ്രശ്നം. യേശു പറഞ്ഞ വാക്കാണ് പ്രശ്നം. മനുഷ്യൻ്റെ ആയിട്ട് കരുതിയാൽ അത് സാത്താനികമാണ്, അത് ഈവിളാണ്. നമുക്കത് നല്ലതാണെന്ന് തോന്നിയാലും അതിനെ ബൈബിൾ പഠിപ്പിക്കുന്നത് ഈവിളാണെന്നും മാത്രമല്ല, അത് നമ്മളെ നിത്യനാശത്തിലോട്ട് ഡ്രൈവ് ചെയ്യുന്നുവെന്നും കൂടെ ഈ മത്തായി സുവിശേഷം 16-ാം അധ്യായം പഠിപ്പിക്കുന്നു.
നമ്മൾ അതിനകത്തോട്ട് പോകാം. യെശയ്യാ പ്രവചനം 60-ാം അധ്യായം വളരെ വ്യക്തമായി പറയുന്ന കാര്യമാണ്. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു, നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. അപ്പോൾ ഇവിടെ വചനം പറയുന്ന വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമാണ്. ജാതികളിലുള്ളത്, അതായത് പ്രകാശം ഇല്ലാത്ത, യഹോവ ഉദിക്കാത്ത, ഈ ആത്മാവിന്റെ എക്സ്ചേഞ്ച് നടക്കാത്ത വ്യക്തി ജീവിതങ്ങളിലുള്ളത് ഇരുട്ട് തന്നെയാണ്. അത് കൂരിരുട്ടാണ്. അതിനൊരു മാറ്റം വരാനാണ് യേശു വന്നത്. ഹല്ലേലൂയ. അപ്പൊ യേശു, നമ്മുടെ ആത്മാവിനെ യേശുവിനോട് പർപ്പസ്ഫുള്ളി കൊടുത്താൽ യേശുവിൻ്റെ ആത്മാവ്, ആ പ്രകാശം നമ്മളിൽ വസിക്കുകയും, എന്നിട്ട് നമ്മൾ ഒരു കാര്യം ഡിസിഷൻ എടുക്കുമ്പോൾ ഈ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് എടുത്താൽ അത് ദൈവികമായി വരും. ഇനി അതിൻ്റെ ഇത് നമ്മൾ ആ പ്രോവർബ് 3-ാം അധ്യായവുമായിട്ട് ശരിക്കും ചേർത്ത് നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒരു രീതിയിൽ. 6-ാം വാക്യം പറയുന്നത്, 3-ന്റെ-6 പറയുന്നത് സദൃശവാക്യങ്ങൾ. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക. ആക്ച്വലി ഹീബ്രു ബൈബിളിൽ ഇൻ ഓൾ യുവർ വേസ് നോ ഗോഡ്, യാദ എന്നുള്ളൊരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാ വഴികളിലും. നമ്മൾ എന്തിനാ ഓരോ കാര്യം ചെയ്യുന്നത്? നമ്മുടെ ഓരോ ആക്ഷനും നമ്മുടെ ലൈഫിൻ്റെ ഒരു ട്രാവലാണ്. നമ്മുടെ ഓരോ കാര്യങ്ങളും ടൈം കൺസ്യൂമിങ് ആണ്. ഇഫ് ഇറ്റ്സ് എ ടൈം കൺസ്യൂമിങ് തിങ്, ദാറ്റ് മീൻസ് വി ആർ പ്രോഗ്രസിങ്. അല്ലെങ്കിൽ ആ കാര്യം, നമ്മുടെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മൾ എന്തോ കാര്യത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ ബൈബിൾ പറയുന്ന ഈ വചനം, ശലോമോൻ രാജാവ്, ഏറ്റവും ബുദ്ധിമാനായ ശലോമോൻ രാജാവ് പറയുക, നിന്റെ എല്ലാ വഴികളിലും നീ ദൈവത്തിൻ്റെ ഐഡിയ അറിയണം, ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയണം. അങ്ങനെ വരുമ്പോഴാണ് നിന്റെ പാത നേരെയാവാൻ പോണത്. ഇത് തന്നെയല്ലേ യേശു പറഞ്ഞത്, ഞാൻ തന്നെയാ നിന്റെ വഴി, ഞാൻ തന്നെയാ നിന്റെ സത്യം, ഞാൻ തന്നെയാ നിന്റെ ജീവൻ. അപ്പോൾ നമ്മൾ യഥാർത്ഥമായിട്ട് ശരിയായ വഴിയെന്ന് പറയണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ദൈവത്തിൻ്റെ ആലോചന മനസ്സിലാക്കിയിട്ട് അവൻ പറയുന്നത് മാത്രമേ ചെയ്യാവൂ. അതല്ല, ദൈവത്തോട് കൺസൾട്ട് ചെയ്യുന്നില്ല, പകരം നമ്മുടെ ഇത്രയും നാളത്തെ ഈ ഭൂമിയിലെ പരിചയം വെച്ചിട്ട് നമ്മൾ പഠിച്ച നമ്മുടെ മാനുഷികമായ പല പഠന സിസ്റ്റങ്ങളും പഠന കാര്യങ്ങളുമുണ്ട്, അതും വെച്ച് നമുക്ക് ഡിസിഷൻ എടുക്കാം, അത് വെച്ച് നമ്മുടെ വഴികളെ നമുക്ക് കണ്ടെത്താം, അതനുസരിച്ച് പല കാര്യങ്ങളും ചെയ്യാം. പക്ഷേ നമ്മളൊന്ന് ആഴത്തിലൊന്ന് നോക്കുക, ദൈവമേ ഞാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ
നമുക്കറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും ദൈവം ഇന്ന് ഞാൻ എന്ത് കുക്ക് ചെയ്യണം. ഞാനിത് ഇന്നലെ എൻ്റെ കുടുംബ പ്രാർത്ഥനയിൽ എൻ്റെ കുടുംബത്തോട് പറയുകയും ചെയ്ത കാര്യമാണ്. അതായത് പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഏതെങ്കിലും തെറ്റിലോ പാപത്തിലോ ഒക്കെ അകപ്പെട്ട് നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടിലിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ഹേമിച്ച്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്ന അവസ്ഥയിൽ, ഓക്കെ, ആ ഇരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് മനസ്സിലാവും നമ്മൾ പാപികളാണ്, നമ്മൾ പ്രശ്നമാണ്. പരിശുദ്ധാത്മാവുള്ള ദൈവത്തിൻ്റെ കോൾഡായ വ്യക്തിയുടെ പ്രശ്നമായി പറഞ്ഞത്. അപ്പം അവരെന്ത് ചെയ്യും? ദൈവമേ, ഞാൻ തെറ്റിപ്പോയി, ഞാൻ പാപിയായിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ, എന്നോട് കനിവ് കാണിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അവിടുത്തെ ക്രൂശ് എൻ്റെ പാപത്തിന് പരിഹാരമാണല്ലോ, അവിടുത്തെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്ന രക്തമാണല്ലോ എന്നുള്ള ആ ഒരു കൺഫെഷൻ, ആ ഒരു ട്രൂത്തിൽ നമ്മുടെ പാപങ്ങൾ മുഴുവൻ ക്രൂശിൽ വെച്ച് യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുമ്പോൾ തന്നെ യേശു അങ്ങയുടെ സ്പിരിറ്റിനെ, എൻ്റെ സ്പിരിറ്റിനെ ഞാൻ അങ്ങയുടെ തരുന്നു, അങ്ങയാൽ നിയന്ത്രിക്കാൻ തരുന്നു എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ യേശുവിൻ്റെ സ്പിരിറ്റ് നമ്മൾ വന്ന് വസിക്കുകയും നമ്മളുടെ മുഴുവൻ പാപങ്ങളെയും മുഴുവൻ പ്രശ്നങ്ങളെയും അവൻ കഴുകി വെടിപ്പാക്കുകയും ചെയ്യും. ഞാനൊരു പ്രാക്ടിക്കൽ കാര്യമാണ് പറയണേ. ഈ കാര്യം മിക്കവാറും എല്ലാ ദൈവമക്കളും ചെയ്യുന്നതാണ്. പക്ഷേ പ്രശ്നം തുടങ്ങുന്നത് തൊട്ടടുത്ത് അതിന് ശേഷം മുതലാണ്. നിങ്ങൾക്കിപ്പോൾ പാപക്ഷമ കിട്ടി, നിങ്ങൾക്കൊരു സന്തോഷം ഉള്ളിൽ വന്നു, പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രസൻസ് നിങ്ങളുടെ ഉള്ളിൽ വന്നു. പക്ഷേ അപ്പം മുതൽ വേറൊരു പ്രശ്നം തുടങ്ങുവാണേ. അതെന്താന്ന് വെച്ചാൽ, അപ്പോൾ ഒരു വിദ്യാർത്ഥിയാണെന്നോ, എൻ്റെ കൊച്ചാണെന്ന് ഓർത്തു. അപ്പോൾ അവന് നല്ല ബോധം, അല്ലെങ്കിൽ ഈ പാപമൊക്കെ ഏറ്റു പറഞ്ഞപ്പോൾ അവനൊരു ഉത്സാഹം വന്നു, ഒക്കെ നന്നായിട്ട് ജീവിക്കണം, ഞാൻ പഠിക്കാനുള്ളത് ഞാൻ പഠിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ ഓക്കെ, ഞാൻ എന്നാൽ ഒരു പണിയാം, മാത്സ് പഠിക്കാം, അല്ലെങ്കിൽ ഞാൻ ഫിസിക്സ് പഠിക്കാം എന്ന് പറഞ്ഞ് ഫിസിക്സോ മാത്സോ അവൻ പഠിക്കാനിരിക്കാന്ന് ഓർത്തോ. ദൈവം എന്നെ പഠിപ്പിച്ചതനുസരിച്ച് ആ മൊമെൻ്റ് മുതൽ അവൻ തെറ്റി. കാരണം പ്രോവർബ് 3:7 വാക്യം പറയുന്നത് നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുതെന്നാണ് പറയുന്നത്. അപ്പം എൻ്റെ ഈ പ്രാക്ടിക്കൽ എക്സാമ്പിളിൽ എൻ്റെ മകൻ, അവൻ ഫിസിക്സോ അല്ലെങ്കിൽ മാത്സോ പഠിക്കാൻ വേണ്ടി തീരുമാനമെടുത്തത് ദൈവത്തോട് കൺസൾട്ട് ചെയ്യാതെയാണ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുള്ളൂ. അപ്പോൾ അവന് തന്നെ ജ്ഞാനിയായി തോന്നി, അല്ലെങ്കിൽ അവനൊരു വെറും സിമ്പിൾ ഡിസിഷൻ ആണെങ്കിൽ സ്റ്റിൽ ഹെൽപ്പ് ചെയ്യുമെന്ന് ഓർത്തിട്ടാണ് അവൻ ആ ഒരു സബ്ജക്റ്റ് എടുത്ത് പഠിക്കാൻ തുടങ്ങുന്നത്. പക്ഷെ ബൈബിൾ പ്രകാരം ആ ചിന്ത, ആ ആക്ഷൻ ഈവിളാണ്, തെറ്റാണ്. ഉറപ്പായിട്ടും ഇതാണ് കണ്ടിന്യൂ ചെയ്യുന്നെങ്കിൽ കുറച്ച് സമയത്തിനുള്ളിൽ അവൻ പിന്നെയും പാപം ചെയ്യും, ദൈവത്തിൽ നിന്ന് തെറ്റിപ്പോവും. ഇത് ഞാൻ അത്ര ആഴത്തിൽ പറയുന്നതിനെക്കുറിച്ച് ശരിക്കും പഠിച്ചിട്ട് തന്നെയാണ്. ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു ക്യാൻ എഗ്രി വിത്ത് മീ, ബട്ട് ഐ വിൽ ടെൽ യു ദ ട്രൂത്ത്. നിങ്ങൾക്ക് വേറൊരു ഓപ്ഷനും ഉണ്ടായിരുന്നു. നിങ്ങൾ പാപക്ഷമ കിട്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാമായിരുന്നു. ദൈവമേ, ഞാൻ എന്താ ചെയ്യണ്ടേ?
ടെൽ മീ വാട്ട് ഷാൽ ഐ ഡു, ഐ നീഡ് യുവർ ക്ലിയർ ഇൻസ്ട്രക്ഷൻ, അക്കോർഡിംഗ്ലി ഐ വിൽ ഡു. ഇനി ദൈവം പറയാൽ ഈ പരിശുദ്ധാത്മാ ഉള്ളിൽ തോന്നിപ്പിക്കുക, അതെ നീ എന്നാ മാത്സ് പഠിച്ചോ, അല്ലെങ്കിൽ ഫിസിക്സ് പഠിച്ചോ എന്ന് ദൈവം പറഞ്ഞിട്ട് തോന്നിക്കുവാണെങ്കിൽ ദാറ്റ്സ് ഓക്കെ. അതും പഠിക്കുവാന്ന് തോന്നുമ്പോൾ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫർദറായിട്ട് ചോദിക്കണം, എന്ത് പഠിക്കണം, എത്ര നേരം പഠിക്കണം, ഏത് ചാപ്റ്റർ പഠിക്കണം, അതെങ്ങനെ പഠിക്കണം എന്നൊക്കെ ചോദിക്കണം. ഫർദറായിട്ട് ചോദിക്കണം. ഇനി ഞാൻ അത് നിങ്ങൾക്ക് ഇപ്പോഴും അതത്ര ഡൈജസ്റ്റബിൾ അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറയാം. ഒരു ആട്ടിൻ കൂട്ടത്തിൻ്റെ ഇടയ്ക്കിലോട്ട് ഒരു പുതിയ ആട് വന്നു എന്ന് വെച്ചു. ഒരു പുതിയ ആട് വന്നു. ഈ പുതിയ ആട് വരുമ്പോൾ അതായത് അവൻ്റെ ആ അവൻ്റെ ആ ഇടയ പരിപാലനത്തിന് സമ്മതമായിട്ട് ഒരു ആട് വരിക എന്ന് വെച്ചോ, അല്ലെങ്കിൽ ഒരു പുതിയൊരാട് അവൻ്റെ ഫ്ലോക്കിൽ വന്നു. ആ ആട് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ ഇങ്ങോട്ടിപ്പോൾ വന്നുല്ലോ, ഓക്കെ, രക്ഷപ്പെട്ടു, ശരി, ഒരു പണിയാ, എനിക്ക് ഇച്ചിരി വെള്ളം കുടിക്കണം, എനിക്കിച്ചിരി അവിടെ കുറച്ച് പുല്ലുണ്ട്, ഞാൻ ആ പുല്ല് തിന്നാൻ പോട്ടെ, അല്ലെങ്കിൽ എനിക്കിച്ചിരി കളിക്കണം, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് നേരം ഉറങ്ങണം എന്ന് ഏതെങ്കിലും ആട് ചിന്തിച്ച, അതായത് മറ്റുള്ള ആടുകൾ ഒരു പർട്ടിക്കുലറായിട്ടുള്ള ഒരു ക്രമത്തിൽ, ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചിൽ, അതായത് ഇടയൻ പറയും ആ സമയത്ത് അവൻ അവിടെ പോകും, അവരവിടെ പോകുന്നു, അവരെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ പുല്ല് കഴിക്കേണ്ട സമയത്ത് പുല്ല് തിന്നേണ്ട സമയത്ത് പുല്ല് തിന്നുന്നു, വെള്ളം കുടിക്കേണ്ട സമയത്ത് വെള്ളം കുടിക്കുന്നു, വിശ്രമിക്കേണ്ട സമയത്ത് വിശ്രമിക്കുന്നു, വൈകുന്നേരം ആവുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ടെൻറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ രാത്രി കഴിച്ചു കൂട്ടുന്ന സമയത്ത് രാത്രി കഴിച്ചു കൂട്ടുന്ന ആ ഒരവസ്ഥയും, ഒരാടിങ്ങനെ വന്നിട്ട് ഇതിന് ഉള്ളിൽ കയറിയിട്ട് പിന്നെ ഇടയും പറയുന്നു കേൾക്കണില്ല, അവൻ സ്വന്തം ഇഷ്ടപ്രകാരം അവന് തോന്നുമ്പം വെള്ളം കുടിക്കുന്നു, അവന് തോന്നുമ്പം ഭക്ഷണം കഴിക്കാൻ പോകുന്നു, അവന് തോന്നുമ്പോൾ ഉറങ്ങുന്നു. അങ്ങനെ ഒരു ആട് ചിന്തിച്ചാൽ കുഴപ്പമുണ്ടോ ഇല്ലയോ? ഇത് തന്നെയാ ദൈവമക്കളെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ കാര്യം. The moment you accept Jesus Christ as Lord and Savior and allow Him to control you, means control you. Believe me, He is much, much, much more far away, way beyond, smarter than you. You have to, yes, obey Him unconditionally. He know what to do, how to, yes, move forward or more further. അവൻ പറയും എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന്. അവനോട് ചോദിക്കാൻ ബാധ്യസ്ഥനാണ്. ഈ ആശയമാണ് ഈ മത്തായി സുവിശേഷം 16-ാം അധ്യായത്തില് 24-ാം വാക്യം മുതൽ എഴുതിയിരിക്കുന്നത്. അത് ആശയം ഒന്ന് ശരിക്കും ഉള്ളിലോട്ട് കയറാൻ വേണ്ടിയാ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാനത് പറഞ്ഞത്. നമ്മൾ പലപ്പോഴും തെറ്റിപ്പോണമെന്നുണ്ടല്ലോ, ശരിക്കും ഏറ്റുപറഞ്ഞ് നിരപ്പ് പ്രാപിച്ചിട്ട് അടുത്ത മൊമെന്റ് മുതൽ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന മുതല് നമ്മൾ തെറ്റിയിട്ടുണ്ട്. അതല്ല വേണ്ടേ. യേശു യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ എന്താ പറയണേ? ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. ഹല്ലേലൂയ. ഈ ആട് ഈ ദൈവത്തിനോട് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും വേണ്ടേ, എന്നിട്ടല്ല അനുഗമിക്കേണ്ടത്. നമുക്ക് സ്വന്തമായിട്ട് പത്രോസ് ചെയ്തതുപോലെ ചെയ്യാലോ, പക്ഷെ അതിന്റെ പുറകിൽ സാത്താനാണ്. നല്ല കാര്യമൊക്കെ ആയിരിക്കും ചെയ്യണത്, ഒരുപക്ഷെ ആ സെയിം തിങ് ആയിരിക്കും യേശുവും പറയണം, പക്ഷെ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ, നിങ്ങൾക്ക് കിട്ടുന്ന ഫീഡിങ്, ഇൻ അതർ വേർഡ്സ്
ദൈവത്തിൻ്റെ ആണോ കരുതുന്നത് എന്ന് നോക്കേണ്ടതുണ്ട്. ഈ ആശയം ഉള്ളതുകൊണ്ടാണ് 24 വാക്യം മുതൽ യേശു ഈ മത്തായി സുവിശേഷം 16 അധ്യായത്തിൽ പറയുന്നത്, പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഈ യേശുവിൻ്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, നമ്മൾ നമ്മുടെ സ്വന്തം ബുദ്ധി, സ്വന്തം ആശയങ്ങൾ ത്യജിക്കേണ്ടതുണ്ട്. പകരം യേശുവിനെ കേട്ട് യേശുവിനെ അറിഞ്ഞാ നിങ്ങൾ അനുഗമിക്കേണ്ടത്. ഇനി ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിക്കുവാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. ഓ ജീസസ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ഇത് ശ്രദ്ധിച്ചോ? നമ്മൾ ആരെങ്കിലും, അതായത് എനിക്ക് ഡിസിഷൻ എടുക്കാം, എനിക്കതിനുള്ള ബുദ്ധിയുണ്ട്, എനിക്കിത്രയും ജീവിത എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്ക് അങ്ങനെ പല കാര്യമുണ്ട്, ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ പുതിയ സിസ്റ്റത്തിൽ വന്നതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇത്രയും നാൾ ഫോളോ ചെയ്തിരുന്ന ആ പാറ്റേൺ, സ്വന്തം ഐഡിയൻസ്, ഈവൻ നല്ല കാര്യത്തിനാണെങ്കിൽ പോലും സ്വന്തം ഐഡിയ അനുസരിച്ച് ചെയ്യുന്നത് നിർത്തിയിട്ട് അതിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് അതിൻ്റെ പുറകിൽ വരുന്ന ആശയങ്ങളെ കൊണ്ടുവരുന്ന സാത്താനെ പൂട്ടിയിട്ട്, യേശുവേ ഞാൻ എന്താ ചെയ്യണ്ടേ, അങ്ങ് പറയണമേ, അങ്ങ് പറയണത് ഞാൻ കേൾക്കാം, അതിൽ എന്നെ നടത്തണമേ എന്ന് പറഞ്ഞ്, ഓ പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ചെയ്തു നോക്ക്. നിങ്ങളുടെ ലൈഫ് യഥാർത്ഥ ട്രാക്കിലായിരിക്കും, യേശു ആകുന്ന പാതയിലായിരിക്കും. ആമേൻ, ഹല്ലേലൂയ. ഇനി നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ആശയവും ഡൈജസ്റ്റ് അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ വേറൊരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ പറയാം. കല്യാണം കഴിഞ്ഞവർക്ക് അത് വ്യക്തമായി മനസ്സിലാവും. നമ്മൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ചെറുക്കനും പെണ്ണും, ഇപ്പോഴത്തെ കാലത്ത് രണ്ടുപേർക്കും ജോലിയുണ്ട്, രണ്ടുപേരും ഇൻഡിപെൻഡൻ്റ് ഒക്കെ ആയിരിക്കും, രണ്ടുപേരും അവരവരുടെ ഇഷ്ടാനുസരിച്ചുള്ള ജീവിതമായിരിക്കും നയിച്ചുകൊണ്ടിരുന്നത്. മോശമായിട്ടല്ല പറയുന്നത്, നല്ല രീതിയിൽ. അതായത് അവർ എവിടെയെങ്കിലും ഇപ്പോൾ ബിസിനസ് ട്രിപ്പിനോ അല്ലാത്ത കാര്യത്തിനോ പോകുമ്പോഴും, ഇപ്പോൾ ഹസ്ബൻഡാണെങ്കിലും വൈഫാണെങ്കിലും അല്ലെങ്കിൽ അവരവരുടെ ഓരോ കാര്യത്തിലാണെങ്കിൽ അവർക്ക് എന്ത് ഉണ്ടാക്കണം, എന്ത് കഴിക്കണം, എന്ത് ഫുഡ് കുക്ക് ചെയ്യണം, എങ്ങനെ ജീവിക്കണം, ഏത് ഡ്രസ്സ് ഇടണം, എവിടെ പോകണം, എങ്ങനെ പോകണം, എല്ലാം അവർ ചെയ്തുകൊണ്ടായിരുന്നത്. രണ്ടു കൂട്ടരും ചെയ്തുകൊണ്ടായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞ് ആദ്യ ദിവസം മുതലേ അവരുടെ ലൈഫ് സ്റ്റൈൽ മാറി. ചെറുക്കൻ ചോദിക്കുന്നു, എന്താ ഇന്ന് ചെയ്യുക, നമ്മൾ എവിടെയാ പോവുക? പെണ്ണ് ചോദിക്കുന്നു ചെറുക്കനോട്, ഇന്ന് എന്താ ഫുഡ് ഉണ്ടാക്കണ്ടേ, ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അത് വേറെ പരിപാടിയിൽ ഹണിമൂൺ ടൈമൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചോദിക്കില്ലേ? ഇങ്ങനെ പരസ്പരം ആശയം, താല്പര്യം അറിഞ്ഞ് ചെയ്യില്ലേ? ഓ പ്രിയ ദൈവമക്കളെ, ഇഫ് such things are happening in normal human being in their marriage life, how much more you should consult with God. You are in a new system, my dear brothers and sisters. നിങ്ങളൊരു പുതിയ ഒരു റിലേഷൻഷിപ്പിലായി. ആ കൂടെ ഇരിക്കുന്നവനെ സ്വന്തം, യെസ്, അവൻ വെറുതെ ഒന്നുമല്ല നിങ്ങൾക്ക്, ഓ ഹല്ലേലൂയ, സ്വന്തം രക്തം കൊടുത്തിട്ടാ. ഹി പെയ്ഡ് ദ പ്രൈസ്. നിങ്ങൾ നശിക്കേണ്ട സ്ഥാനത്ത്
നിങ്ങൾ നശിക്കേണ്ട സാത്താൻ നിങ്ങളെ നശിപ്പിച്ചേനെ. നിങ്ങൾ മരിക്കേണ്ട സ്ഥാനത്ത് അവൻ മരിച്ച്, നിങ്ങൾ അടിയേക്കേണ്ട സ്ഥാനത്ത് അവൻ അടിയേറ്റ്, നിങ്ങൾ ചെയ്ത മുഴുവൻ പാപങ്ങൾക്കും നിങ്ങൾ ചെയ്ത മുഴുവൻ വൃത്തികേടുകൾക്കും അവൻ പേ ചെയ്തിട്ടാ, രക്തം കൊടുത്തിട്ടാ അവൻ നിങ്ങളെ വിളിച്ചു വരുത്തിയേക്കണേ. Can you please allow him to control you? Can you please stop acting by yourself? Rather, please consult with him. അവനോടൊന്ന് ചോദിച്ചിട്ട് ചെയ്തു തുടങ്ങുമോ കാര്യം. ഈവൻ ഇറ്റ്സ് ഗുഡ് തിങ്. പക്ഷെ ദൈവത്തിന്റെ സിസ്റ്റം അങ്ങനെ അല്ല. ഒരു ഭാര്യയും ഭർത്താവിനും അങ്ങനെ ചെയ്യാമെങ്കിൽ, ഒരു പുതിയ ബന്ധത്തിൽ അങ്ങനെ ചെയ്യാമെങ്കിൽ, നിങ്ങളെ നിത്യത വരെ നടത്തുന്ന വലിയ ബന്ധത്തിൽ ഇത് ശരിക്കും ഞാൻ ആരെയും കുറ്റം പറയില്ല. എനിക്ക് അറിയില്ലായിരുന്നപ്പ. I was clueless and I was unaware of this until the moment when ദൈവം ഇത് വെളിപ്പെടുത്തുന്നവരെ എനിക്ക് അറിയില്ലായിരുന്നു. So I am not blaming anyone. This is a problem of നമ്മുടെ നോളജ് സിസ്റ്റം, നമ്മുടെ ഈ വിശ്വാസ പ്രമാണത്തിൻ്റെയും അല്ലെങ്കിൽ ഈ വചനം പഠിപ്പിക്കുന്നതിൻ്റെ പ്രശ്നം അത്. ഇതാരെയും ബ്ലെയിം ചെയ്യാനല്ല, ആരും പഠിപ്പിക്കണില്ല. പക്ഷെ ദിസ് ഈസ് എ ഫാക്ട്. ഞാൻ ഈ പറഞ്ഞ ഫാക്റ്റാണ്. നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും ഫാക്റ്റാണ്. നമ്മളിങ്ങനെ, അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, നമ്മുടെ പഠന രീതി എന്ന് പറഞ്ഞാൽ വളരെ 2ാം ക്ലാസ് നേഴ്സറി അല്ലെങ്കിൽ മാക്സിമം പോയാൽ, എന്നോട് ഒരിക്കലും ദൈവത്തെ ചോദിച്ചപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടിയത്. അതായത് ഒരു നല്ല ഒരു IPC നല്ലൊരു വിശ്വാസിയുടെ വചന നിലവാരം എന്ന് പറഞ്ഞാൽ 3ാം ക്ലാസ്സേ ഉള്ളൂ. ഒരു IPCയിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെയാ പറയണേ. അതുകൊണ്ട് രക്ഷപ്പെടില്ല. കാരണം ഒത്തിരി പഠിക്കാനുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ ഈ ബേസിക് രക്ഷയുടെ കാര്യത്തിൽ തന്നെ എന്തോരം പ്രശ്നമുണ്ട് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യവുമായിട്ട്. അങ്ങനെ ഒത്തിരി ഉണ്ട്. ഇനിയും നമ്മൾ എല്ലാ പ്രാവശ്യവും ഏറ്റു പറഞ്ഞിട്ട് അടുത്ത മൊമെന്റ് മുതൽ തെറ്റി തുടങ്ങുക. അടുത്ത മൊമെന്റ് മുതലേ യഹോവയെ ഭയപ്പെടാതെ സ്വന്തം ഇഷ്ടത്തിൽ നടക്കുക. കല്യാണം കഴിച്ചിട്ട് ഏതെങ്കിലും പെണ്ണും ഏതെങ്കിലും ചെറുക്കനും സ്വന്തം അവനവനെ, നീ നിന്റെ കാര്യം നോക്ക്, ഞാൻ നിന്റെ കാര്യം, അങ്ങനെയാണോ? അതാണോ? ദാറ്റ് ഈസ് ദ വേ. അതാണോ എൻ്റെ കറക്റ്റ്? അതാണോ എൻ്റെ വഴി? അവർക്ക് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാനും പറയാനും അല്ലെങ്കിൽ ആശയങ്ങളും ഇഷ്ടങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അവരെ റെസ്പെക്ട് ചെയ്യുന്നില്ല, ആ ബന്ധത്തിന് ആയുസ് ഉണ്ടാവില്ല. അങ്ങനെയാ പോണെങ്കിൽ അങ്ങനത്തെ പ്രശ്നം തന്നെയാണ് ക്രിസ്ത്യൻ ലൈഫിൽ നടക്കുന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കാര്യത്തിൽ ഹല്ലേലൂയ, ഒരു യഥാർത്ഥമായ ദൈവത്തിൻ്റെ ടാസ്കാണ് നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മളിത് കറക്റ്റ് ആക്കണം. അപ്പോൾ കറക്റ്റായ ടാസ്ക് അല്ലെ എൻ്റെ രീതി എന്താ? നമ്മൾ എന്ത് കാര്യം ചെയ്താലും, ഇവിടെ എഴുതിയേക്കുന്ന തന്നെത്താൻ ത്യജിച്ചാണ്. അതായത് നമ്മൾക്ക് ഒത്തിരി പല കാര്യവും ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാൻ അറിയാം. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ ജീവിച്ചു തന്നെയാ. ഞാൻ പട്ടിണി കിടന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളൊന്നും അല്ല, ഞാൻ ജീവിച്ചു തന്നെയാ. പക്ഷേ ആ ജീവിതം അല്ല ഇനിയത്തെ ജീവിതം. ജീവിതം പുതിയ ജീവിതം, പങ്കാളിയുടെ, നമ്മുടെ യേശുപ്പൻ്റെ താല്പര്യത്തിന്. കാരണം അവന് നമ്മളെക്കാളും ഭയങ്കര ബുദ്ധിയാണ്, ഭയങ്കര കഴിവാ. ഹീ നോ എവരിത്തിങ്. അവൻ വെറുതെ അല്ല വിളിച്ചത്, നമ്മളെ മൊത്തം അവൻ എൻ്റെ ഇടയനാ. വെറും ആടാകുന്ന എന്നെ ഫുൾ ടേക്ക് കെയർ ചെയ്യാൻ അവൻ്റെ ഉണ്ട്. എല്ലാം മാറി ഇൻ എവരി ആസ്പെക്ട്. ഒറ്റ പ്രശ്നം, നമുക്ക് വിശ്വാസം വേണം. അതായത് വിശ്വസിക്കുക. അവന് നിങ്ങളുടെ സാമ്പത്തികവും നിങ്ങളുടെ ആരോഗ്യ പ്രശ്നവും നിങ്ങളുടെ സകല പ്രശ്നങ്ങളും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നിത്യജീവനം നൽകാൻ പറ്റും. ജസ്റ്റ് ബിലീവ്, ജസ്റ്റ് ഫോളോ, അവൻ പറയുന്നത് കേട്ടങ്ങ് ചെയ്യും. അപ്പം ശരിയാ, നിങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ട് ആ സാക്രിഫൈസാണ് ക്രിസ്ത്യൻ ലൈഫ്.
നിങ്ങളുടെ സാധനം മൊത്തം മാറ്റി വെച്ചിട്ട്, മനഃപൂർവ്വം ഓഫ് ചെയ്ത് വെച്ചിട്ട്, യേശു അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് പറയുകയും യേശു പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുകയും അത് അതിനകത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗോഡ് വിൽ ഗീവ്, ഐ വിൽ ഇൻസ്ട്രക്ട് യു ആൻഡ് ടീച്ച് യു ദ വേ ഇൻ വിച്ച് യു ഷുഡ് ഗോ. അതിനകത്ത് ഇൻസ്ട്രക്ഷൻ ഉണ്ട്, ടീച്ചിങ് ഉണ്ട്. ആൻഡ് ഐ വിൽ ഗൈഡ് യു വിത്ത് മൈ ഐ. അത് മൊത്തത്തിൽ അതൊരു വാക്യമാണ്. യേശുവിൻ്റെ ഇൻസ്ട്രക്ഷൻ കിട്ടണം എങ്ങനെയാണെന്ന് വെച്ചാൽ, വി മസ്റ്റ് ഗെറ്റ് ഇൻസ്ട്രക്ഷൻ ഓഫ് കോഴ്സ്, വാട്ട് ടു ഡു ആൻഡ് ഹൗ ടു ഡു. ദാറ്റ്സ് എ ടീച്ചിങ്. ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇങ്ങനെ ഒരു ഉന്നം വെച്ച് എറിയുന്ന, ഒരു അമ്പെയ്യുന്ന, അല്ലെങ്കിൽ ഒരു സാധനം എറിയുന്ന പർട്ടിക്കുലർ ഒരു ഗോൾ ടാർജറ്റ് ഉണ്ടെങ്കിൽ ആ ടാർജറ്റിൽ കൊള്ളിച്ച് അതിനെ വീഴിക്കുന്നതിന് ഡിഫീറ്റ് ചെയ്യുന്ന ടീച്ചിങ് എന്നാണ് പറയണത്. ആ സാംസ് 32 പറയുന്നത്, 32-ാം സങ്കീർത്തനത്തിൽ പറയുന്ന ടീച്ചിങ് എന്ന് പറഞ്ഞാൽ അതാണ്. അത്ര സ്പെസിഫിക്കലി ദൈവം പറഞ്ഞു തരും. അതല്ലേ ശിഷ്യന്മാരോട് പറഞ്ഞത്, ഹല്ലേലൂയ, യെസ്, ആ ആട്ടിൻകുട്ടീനെ അല്ലെ ആ കഴുതക്കുട്ടീനെ അഴിച്ചുകൊണ്ട് വരിക, ആ മാളിക, ആ മുറി അറേഞ്ച് ചെയ്യുന്ന കാര്യങ്ങൾ, പത്രോസിനെ കൊണ്ട് ടാക്സ് അടപ്പിക്കുന്ന കാര്യങ്ങൾ, വെരി സ്പെസിഫിക്കലി യെസ് ഗോഡ് ക്യാൻ ടെൽ യു വാട്ട് ടു ഡു. പക്ഷെ only thing this one, we must ask what to do and how to do. പിന്നെ നമ്മൾ ചോദിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ആദ്യം ഓൾറെഡി പറഞ്ഞത് തന്നെ, വാട്ട് ഈസ് ഹിസ് ഇൻറ്റൻഷൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പ് എന്താ. വി ഷുഡ് നോ ദ വേ ഓഫ് ഗോഡ്. അതായത് കുറച്ച് ഇത് നമ്മൾ ഇവോൾവ് ചെയ്ത വേ അല്ല, നമ്മൾ കണ്ടെത്തിയ അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത വേയും അല്ല. ദൈവം ഓൾ ഓഫ് എ സഡൻ പുതിയ ഒരു ഐഡിയ പറയുന്ന. അപ്പം ദൈവത്തോട് തന്നെ ചോദിക്കണം, ദൈവം എന്താണ് അങ്ങയുടെ ഉദ്ദേശം ശരിക്കും. അപ്പോൾ ആ ഉദ്ദേശം പറയുന്ന ദൈവം എത്രയോ എല്ലാം പറയണമെന്ന് നിർബന്ധമില്ല, പക്ഷെ എത്രത്തോളം നമുക്ക് കേൾക്കാമോ, എത്രത്തോളം നമ്മളോട് ദൈവം പറയാൻ ആഗ്രഹിക്കുന്നു, അത്രത്തോളം കാര്യങ്ങൾ നമ്മൾ ഗ്രഹിച്ചെടുത്തോണം ആണ്. ഇഫ് ഇറ്റ്സ് എ മിനിസ്ട്രി, യു മസ്റ്റ് ആസ്ക്. എല്ലാ മിനിസ്ട്രിയിലെ എല്ലാ ആസ്പെക്റ്റും നമ്മൾ ദൈവം എന്തോരം പറയാൻ തയ്യാറാണോ അത്രയും നമ്മൾ കേൾക്കാൻ തയ്യാറായിരിക്കണം. ഇത്രയും പറഞ്ഞ ശേഷം ദൈവത്തോട് ചോദിക്കും, വെൻ ഐ ഷുഡ് ഡു. ഓരോ സാധനവും ഓരോ സമയത്ത് ചെയ്യേണ്ടതുണ്ടോ, അത് ചോദിച്ച് സമയം മനസ്സിലാക്കണം. യേശു തന്നെ പറഞ്ഞില്ല, എൻ്റെ നാഴിക വന്നിട്ടില്ല, അല്ലെങ്കിൽ ചില സമയത്ത് പർട്ടിക്കുലർ ഇത്ര മണിനേരം എന്നൊക്കെ പറയുന്നു. അതിനൊക്കെ ഒത്തിരി ഉദ്ദേശമുണ്ട്. ഒരു സമയമുണ്ട് ഓരോ കാര്യത്തിനും, ആ സമയം ചോദിച്ചോണം. ഹല്ലേലൂയ. ഇനി ആരൊക്കെ ഇൻവോൾവ് ചെയ്യിക്കണേന്ന് ചോദിച്ചോണം. ഇപ്പം യേശു ചില സമയത്ത് ചില കാര്യങ്ങൾക്കൊക്കെ പ്രാർത്ഥിക്കാൻ നേരത്ത് മറ്റുള്ളവരൊക്കെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. ചിലവരെ ചില കാര്യത്തിന് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളോട് ചോദിച്ചാൽ പറഞ്ഞുതരും. അപ്പോൾ ഇൻ ഷോർട്ട്, വാട്ട് ടു ഡു, ഹൗ ടു ഡു, വാട്ട് ഈസ് ദ റിയൽ ഇൻറ്റൻഷൻ, വാട്ട് മീൻസ് യാത, വി ഷുഡ് നോ ഗോഡ്സ് പ്ലാൻ. അല്ലെങ്കിൽ ആ ഒരു വഴിയിലെ ദൈവത്തിൻ്റെ യാത അറിയണം, നോളജ് കിട്ടണം, ദൈവത്തിൻ്റെ പ്ലാൻ അറിയണം നമ്മൾ. പിന്നെ വെൻ ടു ഡു, ഹൂ ഷുഡ് ബി ഇൻവോൾവ് ഇൻ, ആരാ അതിനകത്ത് ഇൻവോൾവ് ചെയ്യേണ്ട കേസ്, അല്ലെങ്കിൽ എവിടെ പോയ ആരൊക്കെയാണ്, അതൊക്കെ ചോദിക്കാം. ഇതൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്ന ക്രിസ്ത്യൻ ലൈഫിൻ്റെ സിസ്റ്റം പറയണത്. ഇത് നമ്മൾ പഠിക്കാത്ത പ്രശ്നമുള്ളൂ. ഇതൊന്നും പഠിപ്പിക്കുന്നില്ല. ജസ്റ്റ് ആ ഏറ്റു പറഞ്ഞ്, ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ പാപം ചെയ്തു, അങ്ങക്ക് എൻ്റെ പാപം ക്ഷമിക്കാൻ പറ്റുമല്ലോ. ഓഫ് കോഴ്സ് ദൈവം പാപം ക്ഷമിക്കും, ഒക്കെ ക്ഷമിക്കും, നീ പുതിയതും ആവും. പക്ഷെ അടുത്ത മൊമെൻ്റ് മുതൽ നീ പിന്നെ തെറ്റി തുടങ്ങും. ഇഫ് യു ആർ നോട്ട് മെയിൻറ്റെയിനിങ് ദാറ്റ് റിലേഷൻഷിപ്പ് ഇൻ ദിസ് പർട്ടിക്കുലർ വേ, ഞാൻ ഈ പറഞ്ഞ രീതിയിലല്ലെങ്കിൽ അവിടെ മുതൽ തെറ്റി തുടങ്ങും. ഇപ്പം കുറച്ചുകൂടെ അതിന് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രിയദൈവങ്ങളെ, ഇതിൻ്റെ ഫർദറായിട്ട് ഇതിന് കുറച്ചുകൂടെ ആഴമുണ്ട് കേട്ടോ. ഒത്തിരി കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള ഒരു സിസ്റ്റമുണ്ട്. അത് അടുത്ത ബുധനാഴ്ച ബൈബിൾ സ്റ്റഡിയിലാണ് ദൈവം ഫർദറായിട്ട് പഠിക്കാൻ നമ്മളെ അസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പോൾ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.